റസൂലുള്ളാഹി തങ്ങളുടെ ജീവിത വഴിയെ പിന്തുടർന്ന മുത്തബിഉസ്സുന്നാ എന്ന നാമത്തിൽ അർഹനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിലായി കിടക്കുന്ന സമയത്താണ് ഒരു യാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നാണയത്തുട്ടുകൾ എടുത്തിട്ട് ആ യാചകന് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി തന്റെ മകനോട് കൽപ്പിക്കുന്ന സമയത്ത് തന്റെ പൊന്നാര മകൻ ആ നാണയത്തുട്ടുകൾ എടുത്തിട്ട് ആ യാചകന്റെ കയ്യിൽ കൊടുത്തിട്ട് വാപ്പാന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരു രംഗമുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് യാ അബതി തഖബ്ബലല്ലാഹു മിൻക ഹാദിഹി സദഖ, അല്ലാഹു നിങ്ങളിൽ നിന്ന് ഈ സദഖ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയത്, മോനെ എന്റെ സദഖയെക്കാളും എന്റെ ഈ സദഖയെക്കാളും അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ ലവദിതു അൻ അമുതൽ എനിക്ക് മരണപ്പെടാൻ വരവില്ല മോനെ എന്ന് പറഞ്ഞ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പൊന്നാര മകൻ ചോദിക്കുന്നത്, അല്ലയോ ഉപ്പാ, നിങ്ങൾ ഒരുപാട് സ്വതകൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് ദാനധർമ്മങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, എന്തേ ഈ സ്വതക്ക് ഇത്രമാത്രം പ്രത്യേകത എന്തേന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ പൊന്നാര മകൻ ചോദിച്ച സമയത്താണ്, മോനെ വിശുദ്ധമായ ഖുർആൻ എന്താ പറഞ്ഞത്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സ്വീകരിക്കുന്നത് മുത്തഖീകളിൽ നിന്ന് മാത്രമാണെന്നല്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. എന്റെ സ്വതക്കയെക്കാളും അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ മുത്തഖിയായി പോകുമല്ലോ. അങ്ങനെ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലാൻ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞിടത്ത് നിന്നാണ്